ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ 27-ാം ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു മാന്ത്രിക കണ്ണാടിയുടെ ഒരു പരിശീലനമാണ്. കാര്യം ഈ ഒരു കണ്ണാടിയുടെ പരിശീലനത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താ കാര്യം എന്നറിയാമോ? നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് ഈ ഒരു 26 ദിവസമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും ഓർക്കും ഈ ഒരു പ്രാക്ടീസൊക്കെ അത്ര എളുപ്പമാണോ? ഒരു ദിവസമൊക്കെ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ എവറി ഡേ ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് ചെയ്തേ പറ്റും. അത് ചെയ്യുമ്പോൾ എന്താ ഗുണം? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റങ്ങൾ, നിങ്ങളുടെ ആ ഒരു എക്കണോമി മാറുന്നത് കാണാം. നിങ്ങളുടെ വീട്ടിലെ സുഹൃത്തുക്കളായാലും ഫ്രണ്ട്സ് ആയാലും നിങ്ങളോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നത് കാണാം. നിങ്ങൾക്ക് റൈറ്റ് ആൾക്കാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ജോലിയുടെ സാഹചര്യങ്ങൾ, ഈ ഒരു കൃതജ്ഞത പരിശീലിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു ജോലിയെങ്കിൽ, ഇന്ന് നിങ്ങൾ ജോലിയെ വളരെ ഇഷ്ടത്തോടെയാണ് കാണുന്നത്. നിങ്ങൾക്ക് പഴയ നിരാശയോ നിങ്ങൾക്ക് ഈ ജോലി കൊണ്ട് രക്ഷപ്പെടില്ല എന്നുള്ള തോന്നലൊന്നുമില്ല. ഇന്ന് നിങ്ങളെല്ലാം വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടാണ് കാണുന്നത്. അതോടെ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മാറുവാണ്. നിങ്ങളിലേക്ക് മാന്ത്രികമായിട്ട് എല്ലാ റൈറ്റ് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഇപ്പം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളൊന്നും നിങ്ങളെ ബാധിക്കണേ ഇല്ല. ഓരോ നിമിഷവും നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പണ്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ദോഷമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുണമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം എല്ലാം നിങ്ങൾക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. കാര്യം എന്താ? നിങ്ങൾ എന്നും കൃതജ്ഞതയോടെയാണ് ഇന്ന് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും മികച്ച സാഹചര്യങ്ങളാണ് ഓരോ നിമിഷവും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ആ ഒറ്റ റീസൺ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സമൃദ്ധിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു വഴി നിങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ നല്ല ചിന്തകളാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻസ് അത്രയും പ്യുവറാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് നന്മ വരുന്നതിലും ഇന്ന് നിങ്ങൾക്ക് അസൂയയോ ഒന്നുമില്ല. നിങ്ങൾ വളരെ നിറവോടെയാണ്, അവരെ സന്തോഷത്തോടെയാണ് നിങ്ങൾ സഹായിക്കുന്നത്. നിങ്ങൾക്ക് സമ്പന്നത ഇഷ്ടമാവുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമ്പത്ത് വരുന്നത് നിങ്ങൾ സന്തോഷത്തോടെയാണ് ഉൾക്കൊള്ളണത്. അങ്ങനെ കൃതജ്ഞതയുള്ളൊരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. കാര്യം എന്താ? നമ്മളുടെ ബൈബിളൊക്കെ പറയണത് എന്താ? നമ്മൾക്ക് കൃതജ്ഞത ആരോടാണോ ഉള്ളത് അത് കൂടുതലായിട്ട് നമ്മളിലേക്ക് നൽകപ്പെടും, ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ആർക്കാണോ കൃതജ്ഞത ഇല്ലാത്തത് അവരിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ മറക്കരുത്. ഈ വാക്കുകൾ എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവണം. കാര്യം നമ്മൾക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ വേറൊരാൾക്ക് നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. അപ്പം നമ്മൾക്ക് സമ്പന്നത വേണം, നമ്മളോട് എല്ലാവരും നന്നായിട്ട് പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സെയിം കാര്യം തന്നെയാണ് നമ്മൾ വേറൊരാൾക്കും നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. അപ്പോൾ ഇന്ന് മാന്ത്രിക കണ്ണാടി പരിശീലനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോവുക. എന്നിട്ട് ആ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ആ കണ്ണാടിയുടെ മുമ്പിൽ കാണുന്ന ആ വ്യക്തിയുടെ നേരെ നോക്കുക. എന്നിട്ട് മുഴുവൻ ഹൃദയത്തോടെ നന്ദി നന്ദി എന്ന് ഉറക്കി പറയുക. അതായത് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ കഴിയുന്നതിന് നിങ്ങൾ എപ്പോഴും നിങ്ങളോട് നന്ദി പറയുക, എല്ലാത്തിനും. കാരണം നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുക, നമ്മളെ അറിയാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മളായിട്ട് തന്നെ ഇരിക്കണുണ്ടെങ്കിൽ ആ ഒരു സുന്ദരമായിട്ടുള്ള മുഖത്ത് നോക്കിയിട്ട് ഒരു ആത്മവിശ്വാസത്തോടെ നന്ദിയോടെ നമുക്ക് നമ്മളോടൊരു നന്ദി പറയാൻ പറ്റിയ ഇതിൽ കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ആലോചിക്കും, എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എന്തോരം പ്രതിസന്ധികളെ കൂടിയാണ് ഞാൻ കടന്നു പോയിക്കണേ. ആ പ്രതിസന്ധികളെ മുഴുവൻ ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് എൻ്റെ ഓരോ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളാക്കി മാറ്റാനും ആ ഓരോ വഴികളെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
സന്തോഷമുള്ള ഒരു ജീവിതമാക്കി മാറ്റാനും ഒക്കെ സഹായിച്ചത് എൻ്റെ ഒരു ധൈര്യം തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് എന്നോട് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ട്, എന്നോട് തന്നെ നന്ദി തോന്നാറുണ്ട്. കാര്യം ഇത്രയധികം വിശ്വാസം എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ ഉള്ള ഒരു കഴിവ് തന്നതിന് ഞാൻ എന്നും എന്നോട് നന്ദി ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടൊരു കരുണ ഉണ്ടാവണം, നിങ്ങളോട് സ്നേഹം ഉണ്ടാവണം, നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം, നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലി ചേഞ്ചസ് വരുത്താനായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളോട് തന്നെ പറയണം. അങ്ങനെ നിങ്ങൾക്കൊരു സന്തുഷ്ടിയുള്ള സന്തോഷമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടിയിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് മാറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ, ആ ഒരു കൃതജ്ഞതയുടെ മനോഭാവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തുമ്പോൾ, നമ്മൾ നമ്മളോട് തന്നെ സ്നേഹമുള്ളവരായിട്ട് മാറുമ്പോൾ, നമ്മളോട് തന്നെ സമാധാനമുള്ള ഒരാളായിട്ട് മാറുമ്പോൾ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആകർഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സന്തോഷം നമ്മൾ എല്ലാത്തിലും കണ്ടെത്തും. അപ്പം നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ആ ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ ആ സൗന്ദര്യത്തെ, നിങ്ങളുടെ ആ കുറവുകളെയും നിങ്ങളുടെ ആ സ്ട്രെങ്തിനെയൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടെ നന്ദി പറയുക. നിങ്ങളായിട്ടിരിക്കണതിൽ, ഇത്രയും ധൈര്യമുള്ളൊരു ജീവിതം നയിക്കണതിൽ നിങ്ങളോട് നന്ദി പറയുക. ആ ഒരു നന്ദി നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ തന്നെ ഒന്ന് തട്ടി നിങ്ങളൊന്ന് ഉണർത്തിയാലുണ്ടല്ലോ, എന്ത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. കാര്യം എന്താ അറിയാമോ? നമ്മളെല്ലാവരും ദൈവം അത്രയും ശക്തരായിട്ടാണ് നമ്മൾക്ക് ഈ ജീവിതം തന്നേക്കുന്നത്. നമ്മളുടെ മുമ്പിൽ നമ്മൾക്ക് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും യൂണിവേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടില്ല. അപ്പോൾ അതിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ആ ഒരു മാന്ത്രിക പരിശീലനം വളരെയധികം സന്തോഷത്തോടെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുക. എഗെയിൻ ഡെയിലി ചെയ്യുന്ന പോലെ 10 അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതുക. അതിന് ഓരോ കാര്യങ്ങൾക്കും എന്തുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു എന്നത് നന്ദി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുക. ലാസ്റ്റ് കിടക്കാൻ പോണതിന് മുമ്പ് ആ ഒരു മാന്ത്രിക കല്ലെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് ആ മാന്ത്രിക വാക്കായ നന്ദി മനസ്സ് നിറഞ്ഞ് സമർപ്പിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന് ആ ഒരു കൃതജ്ഞതയുടെ ആ ഒരു കാര്യം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്നത്തെ ദിവസം തന്ന നല്ല മെമ്മറീസിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് ഉറങ്ങാം. ഓരോ ദിവസവും നമ്മൾ ഈ ഒരു പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഒരു മാന്ത്രികമായിട്ടുള്ള ജീവിതം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഇമോഷൻ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫീലിംഗ് എന്താണെന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ചാനൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോട് പറയുക. കാരണം ഓരോരുത്തരുടെ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ അവരുടെ ജീവിതത്തെ മാറ്റാനായിട്ട് സഹായിച്ചേക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന്, സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.